ഇത് ഇറങ്ങിയ കാലത്ത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയി, പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. സിബി എന്നോട് പറയുന്നത് ലാല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ അത് അങ്ങനെയുള്ള സന്ദർഭം ഇപ്പം നമ്മൾ എഴുതുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. നമ്മളെ ഒരു ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ലാല് ക്യാമറയുടെ ഒരു പൊസിഷനെ എത്രമാത്രം കൺവീനിയൻ്റായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു ആക്ടർ അറിയില്ല. കാരണം മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോഴൊക്കെ ലാലിനറിയാം എവിടെയാണ് ഇപ്പോൾ ക്യാമറ. ട്രോളി മൂവ്മെൻറ്റിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ക്യാമറാമാൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് ലാൽ മൂവ് ചെയ്യത്തുള്ളൂ. എന്നാൽ അത് അത്ര കോഷ്യസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് തോന്നത്തില്ല. ഞാൻ ഇവൻ വഴക്ക് പറയുന്നത്, ഇവൻ ഇപ്പം മോളെ ചെറിയ കുഞ്ഞു മോളെ വടിയെടുത്ത് ചെറുങ്ങനെ തല്ലി എന്ന് പറഞ്ഞത് ഈ സാധാരണ എന്തോ തെറ്റ് ചെയ്തിട്ട് സങ്കടം ഒരാളെടുത്ത് പറയുന്ന പോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. മോളെ ചേർത്ത് പിടിച്ചിട്ട് പറയണം. ഇവൻ ചെയ്തു അതാലോചിച്ച് നോക്കൂ. ഇവൻ പോയിട്ട് മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു തെറ്റ് പറ്റി ക്ഷമിക്കുന്നു. ദേവദൂതൻ എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. നമ്മളിൽ പലവരും ആ മൂവി കണ്ട് ചെറുതായിട്ടൊന്ന് ഭയന്നിട്ടുണ്ടാവും അല്ലേ? അതെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദേവദൂതൻ എന്ന മൂവിയുടെ ഡയറക്ടറായ സിബി മലയിൽ സർ ആൻഡ് ആ മൂവിയുടെ റൈറ്ററായ രഘുനാഥ് പല്ലേരി സാർ. വെൽക്കം ടു ഷോ. താങ്ക് യു. ഇപ്പൊ ശരിയായി, അതെ, ഇനി പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ തെറ്റെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സംബഡി വാണ്ട്സ് ടു സെൽ സംതിങ് ടു സംവൺ എന്നതാണ് നമ്മുടെ മൂവിയിൽ ത്രൂ ഔട്ട് വരുന്നൊരു പ്രമേയം. 23 വർഷത്തിന് ശേഷമാണ് ഈ പടം വീണ്ടും റിലീസ് ചെയ്യുക. 24ാമത്തെ വർഷമാണിത്. 2023 എന്തൊരു ആപ്പുണ്ടല്ലോ എല്ലാ സാധനം സത്യം പറഞ്ഞാല് ഇന്ന് ആദ്യമായിട്ടാണ് ചിരിക്കുന്നത്. എന്റെ വായിന്ന് അബദ്ധം വന്നെങ്കിലും ചിരിച്ചല്ലോ. അല്ല, അബദ്ധമൊന്നുമല്ല. ഞാനൊക്കെ ചില സമയത്തൊക്കെ ഞങ്ങളൊന്ന് റിലാക്സ് ആകണം. ഞങ്ങൾ രാവിലെ തൊട്ട് ഒരേ കാര്യം പറഞ്ഞോണ്ടിരിക്കും. ഞാൻ 12ാമത്തെ ഇന്നത്തെ രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ്. ഇവൻ 2 മണിക്ക് തുടങ്ങിയിട്ട് ദേവദൂതൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് പേരിന്റെ പടത്തിന്റെ പേരെന്നെ വിഷമായി. ഇപ്പൊ ഒരേ സമയം 10 ദിവസമായിട്ട് പിട്ട് കഴിക്കുന്ന ഒരാളുടെ അവസ്ഥ അനുസരിച്ച് രാവിലെയും പിട്ട്, ഉച്ചക്കും പിട്ട്, രാത്രിയും പിട്ട്, രാവിലെയും പിട്ട്, ഉച്ചക്കും പിട്ട്, രാത്രിയും പിട്ട്. എത്ര ദിവസം കഴിക്കാം? അവസരം പുട്ട് എന്നുള്ള വാക്ക് മറന്നു പോയില്ലേ? അതുപോലെ somebody wants to say something to someone else എന്നതാണ്. ആർക്കും ആരോടോ എന്തോ പറയാനുണ്ട്, ആർക്കും ആരോടോ എന്തോ പറയാനുള്ള എന്നതാണ് നമ്മുടെ മൂവിയുടെ പ്രമേയം. എല്ലാം മാച്ചു. ചിരിക്കാൻ കിട്ടുന്ന ഒരു മൊമെന്റ് പോലും ഞാൻ കളയൂല. കാരണം എനിക്ക് കിട്ടുന്ന അപൂർവ ചാൻസ് അതൊക്കെ. നിന്നെ പരിഹസിക്കുകയല്ലോ, ഞാൻ ചിരിക്കുകയാണ്. നീ താങ്ക് യു വെരി മച്ച് ഫോർ ദ ഹെൽപ്പ്. ഒന്നും പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരേ ലൈനാണ് അല്ലേ? 42 വർഷത്തിൽ ഒന്നിച്ചവനെ സഹിച്ചില്ല ഞാൻ. തീർച്ചയായിട്ടും അതെ. നമ്മൾ പറഞ്ഞതിനകത്ത് തന്നെ നമുക്ക് പറയാം 24 വർഷത്തിന് ശേഷം റിലീസ് ചെയ്യുകയാണ് നമ്മുടെ മൂവി ദേവദൂതൻ. ഓഫ് കോഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു റിലീസ് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഈ സിനിമ ഇറങ്ങിയ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആ സമയത്ത് സിനിമ കണ്ട് അതിനെ മനസ്സിലാക്കാനും ആസ്വദിക്കാനുമുള്ള പാകവും പ്രായവും എത്തിയിട്ടില്ലാത്ത ഒരു തലമുറ പിന്നീട് ഇത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ട് ഈ സിനിമ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു വന്നപ്പോൾ അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു റിലീസിനെ കുറിച്ച് ഒരു റീമാസ്റ്റേർഡ്, എഡിറ്റഡ് 4K റെസൊല്യൂഷനിലെ ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നൊരു ബോധ്യമുണ്ടായി. അതാണ് നമ്മളിപ്പോൾ ഈ 26-ാം തീയതി, ജൂലൈ 26-ാം തീയതി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന
ദേവദൂതൻ്റെ ഏറ്റവും പുതിയ വേർഷൻ. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ സ്ഫടികം മൂവി നമ്മൾ റിലീസ് ഇതേപോലെ റീലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പം ദേവദൂതൻ, ഇനി നെക്സ്റ്റ് മന്ത് നമ്മൾ പറയുന്നുണ്ട് മണിച്ചിത്രത്താഴ്. അങ്ങനെ പഴയ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഓഡിയൻസ് ഇതിൽ ഇപ്പോൾ ദേവദൂതൻ എടുക്കുകയാണെങ്കിൽ അന്ന് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു പല ലിമിറ്റേഷൻസ് കൊണ്ട്. അപ്പം അത് സാറ് ഇപ്പോൾ ഈ റീലോഞ്ചിൽ കൂടെ നമുക്കൊരു എന്താ പറയുക, ഒരു മെസ്സേജാണോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനാണോ തരുന്നത്? ഒരു കാലത്ത് അക്സെപ്റ്റ് ചെയ്യാത്ത സിനിമകൾ പിന്നീട് അക്സെപ്റ്റ് ചെയ്യും എന്നൊരു മോട്ടിവേഷൻ മെസ്സേജിലൂടെയാണോ ദേവദൂതൻ ഇപ്പോൾ റിലീസിന് പ്ലാൻ ചെയ്യുന്നത്? ഇത് ഇറങ്ങിയ കാലത്ത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയി, പ്രേക്ഷകർ സ്വീകരിച്ചില്ല, ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ടില്ല എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. സ്ഫടികം വലിയ രീതിയിൽ തിയേറ്ററുകൾ ആഘോഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഹിറ്റായ സിനിമയാണ്. ആ സിനിമ രണ്ടാമത് വരുന്നതിനകത്തൊരു ലോജിക്കുണ്ട്. ഈ സിനിമ രണ്ടാമത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതിനുള്ള ഏക ലോജിക്ക് എന്ന് പറയുന്നത് ഈ സിനിമ കണ്ട പുതിയ തലമുറ അത് തിയേറ്ററുകളിൽ വീണ്ടും കാണാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതൊരു ഇൻസ്പിറേഷനാണ്. അത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇതിനൊരു മോട്ടിവേഷൻ തന്നത് ആ ചെറുപ്പക്കാരായ പ്രേക്ഷകരാണ്, പുതുതലമുറ. യെസ്. ഇപ്പം കുറച്ച് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് തന്നെയാണ് സംബഡി വാണ്ട് ടു സേ സംതിങ് ടു സംവൺ എന്നൊരു ടൈറ്റിലോട് കൂടിയുള്ളതാണ് നമ്മുടെ ഈ മൂവി തുടക്കം തൊട്ട് അവസാനം വരെ. അതിൽ നല്ല പ്രണയമുണ്ട്, എന്നാൽ നമ്മളെ ചെറുതായിട്ട് ഭയപ്പെടുത്തുന്ന പ്രണയമുണ്ട്. ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തത് എപ്പോഴായിരുന്നു സാർ? എഴുതുന്ന സമയത്ത് അത് നേരത്തെ പണ്ട് തൊട്ടേ ഉള്ള ഒരു അങ്ങനെയാണല്ലേ വരിക. അത് അല്ലാണ്ട് അതിനായിട്ടൊരു സമയമില്ല. ആ കഥ ഞാൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ കോർ എലമെൻ്റാണ് സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ. ആർക്കോ എന്തോ ആരോടോ പറയാനോ. അതെന്താണെന്ന് എനിക്കും അറിയില്ല വാസ്തവത്തിൽ. എഴുതുന്ന സമയത്ത് എഴുതി ഞാൻ അതിലേക്ക് എത്തിപ്പെടുകയാണ്. അതാണ് എൻ്റെ ക്ലൈമാക്സ്. അത് പറഞ്ഞു കഴിഞ്ഞു. അത് കിട്ടേണ്ട ആൾക്ക് കിട്ടി. അവർ മോക്ഷം പ്രാപിച്ചു, രണ്ടുപേരും ഒന്നായി. അതാണ് ആ കഥ. അപ്പം അതിലേക്ക് അതാ ഒരു സമയത്ത് അങ്ങ് ഉണ്ടാവില്ല ചെയ്യുന്നത്. അത് ഓൾറെഡി അതിനകത്തുണ്ട്. ആ പർട്ടിക്കുലർ ഡയലോഗ് എഴുതുമ്പോഴാണ് അത് വരുന്നത്. പക്ഷെ അത് എഴുതുമ്പോൾ അത് വരണമെങ്കിൽ അവിടേക്ക് കറക്റ്റായിട്ട് നമ്മൾ മനസ്സ് അതിലെ സഞ്ചരിച്ച് അവിടെ എത്തണം. നമ്മളിവിടെ നടന്ന് പോയി ബോംബെ കാണുന്ന പോലെയാണ്. ബോംബെ ലക്ഷ്യം വെച്ച് അങ്ങനെ മനസ്സിലാക്കി എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളത് കാണുന്നത്. അതുപോലെയാണ് എല്ലാ റെവലേഷനാണത്. ഒരു മെസ്സേജ് ഒരാൾക്ക് ഭംഗിയായിട്ട് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ പ്രണയം കമ്മ്യൂണിക്കേറ്റ് എല്ലാം പ്രണയം. ആ നിഖിൽ മഹേശ്വർ അറിയാമോ? നിഖിൽ മഹേശ്വരന് ഇവൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന എലമെൻ്റ് അവൾ പറയുന്നുണ്ട്. അയാൾ പോയി, അയാളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് ലിങ്ക് ചെയ്യാൻ പിന്നെ ആകെ ഉള്ളത് അയാളുടെ മനസ്സിൻ്റെ സ്പന്ദങ്ങളാണ് ഈ ശബ്ദമായിട്ടും ബാക്കിയ കാര്യങ്ങളൊക്കെ ആയിട്ടും. ഞാൻ അങ്ങനെയൊക്കെ ചുമ്മാ അതൊരു പോയട്രിക് റെവലേഷനാണ്. അത് നമ്മൾക്കൊരു മനസ്സിൽ തോന്നുന്നത് അതാണ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഓഡിയൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എലമെൻ്റാണ് സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ. ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ആ സിനിമയിലെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സീനുകളിലൊന്നാണത്. സീനുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അത് മനോഹരമായിട്ട് സിബി അത് ആ പോർഷൻ എടുത്തിട്ടുണ്ട്. നല്ല രസമാണത് കാണാൻ. ഞാൻ എപ്പോഴും കാണുന്നൊരു സീനാണത്. അതിലെ ഒരു പർട്ടിക്കുലർ ഷോട്ടുണ്ട്. ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ട് സിബി എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ കാണിച്ചിരുന്നത്. ആരോ ഇവിടെയുണ്ട്, നമ്മുടെ ചുറ്റും ഇവിടെ ആരോ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ആരോ ഉണ്ടെന്നൊരു ട്രാക്ക് ഷോട്ട് ഉണ്ട്. അതൊക്കെ മനോഹരമാണ്. ഞാൻ എഴുതിയ സീനിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കണമല്ലോ നമുക്കൊരു സന്തോഷം കിട്ടണം. അതെ, ആ സന്തോഷമാണ് ഇപ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് അന്ന് മനസ്സിലാവാതിരുന്ന ആൾക്കാർക്ക് പോലും, മനസ്സിലാക്കിയ ആൾക്കാർക്ക് പോലും ഇപ്പം ഇത് കാണുമ്പോഴേ ഇത് കുറേ കൂടെ എൻഹാൻസ്ഡ് ആവും. ഒരിക്കലും നമ്മളുടെ ഒരു മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു സൃഷ്ടി ഒരിക്കലും വെറുതെ ആവില്ല, ഒരിക്കലും ആവില്ല എനിക്ക് തോന്നുന്നു. പിന്നെ എന്തോന്നുണ്ട് ഇതിനകത്ത്, നമുക്കറിയാത്ത എന്തോ ഒന്ന് പറയുന്നില്ലേ, മോഹൻലാൽ പറയുന്നു എന്തോ ഒന്ന്.
ഓക്കെ, ഇന്ന് നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഒരുപാട് ടെക്നോളജീസ് മാറിയിട്ടുണ്ട്, സംവിധാനം ചെയ്യുമ്പോൾ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. എന്നാൽ പണ്ട് കാലത്തെ സിനിമ എടുക്കുമ്പോൾ നമ്മൾ ഫിലിമിലാണ് ഭയങ്കര അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ പോലെ ഞാൻ കുറച്ച് മുമ്പ് ഇതുപോലെ റീടേക്ക് പറ്റത്തില്ല, എക്സ്പെൻസ് ആണ്. സോ ഈ ഒരു ലിമിറ്റേഷനിലൊക്കെ വെച്ച് സാർ ഈ മൂവി എടുത്തപ്പം എന്തെങ്കിലും ചലഞ്ചസ് സാറിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? അന്ന് നമുക്ക് പുതിയ മാറ്റങ്ങൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് സിനിമ വരുമെന്ന് അറിയില്ലല്ലോ. നമ്മൾ ചെയ്ത് തുടങ്ങിയത് തന്നെ ഫിലിം ഫോർമാറ്റിലാണ്. അത് വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഓരോ ഷോട്ടും ശ്രദ്ധയോടുകൂടി ചെയ്യും. റീടേക്സ് വരുമ്പോൾ നമുക്ക് ടെൻഷനാകും, പ്രൊഡ്യൂസറുടെ മുഖം കറക്കും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ്. അത് തന്നെയല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ ഷോട്ടും അതിൻ്റെ എക്സ്പെൻസീവ് പാർട്ട് മാത്രമല്ല, അത് ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായ റിഹേഴ്സൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് പെർഫെക്ഷനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ട്. അത് ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഈ സിനിമ എഴുതിയപ്പോൾ തൊട്ട് അത് കൺസീവ് ചെയ്തപ്പോൾ തൊട്ട് ഈ 18 വർഷങ്ങൾ ഈ സിനിമയാകുന്നതിനുള്ള മുമ്പുള്ള 18 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ രൂപം ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ ഇതിൻ്റെ വിഷ്വൽസ് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട് വന്നിരുന്നു. എൻ്റെ മനസ്സിൽ ആദ്യം രൂപപ്പെട്ട് വരുന്നത് ഈ കുട്ടിയെ ചേസ് ചെയ്ത് വരുന്ന 7 വയസ്സുള്ള കുട്ടിയെ ചേസ് വരുന്ന കുതിര വണ്ടികൾ. അന്നൊക്കെ ഞാൻ എൻ്റെ ഇവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാത്രിയിൽ അന്ന് വായിച്ച സീൻ രാത്രി വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഭാവനയിൽ കാണും. അതിൻ്റെ ഷോട്ടുകളൊക്കെ എൻ്റെ കാരണം ആദ്യ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഈ എഴുതിയതൊക്കെ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കും, ഈ കുതിര വണ്ടി വരുന്നതും ഈ കുട്ടിയെ പേടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഈ കുട്ടി ഒറ്റയ്ക്ക് രാത്രിയിൽ നടന്ന് ഈ 7 ബെൽസ് ഇരിക്കുന്ന ഒരു ചാപ്പൽ. അന്ന് നമ്മുടെ മനസ്സിലൊരു വലിയ ചാപ്പലാണ്. ഒരുപാട് ബെഞ്ചുകളൊക്കെ അടുക്കിയിട്ട് ദൂരെ ഇങ്ങനെ ഒരു അൾത്താരയും ഏറ്റവും പുറകിലായിട്ട് ഈ ബെല്ലും ഒക്കെ ഉള്ളൊരു സാധനം, ഒരു സങ്കല്പമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇവൻ വേറെ ആയിരിക്കും സങ്കല്പിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഏറ്റവും വ്യക്തമായിട്ടുണ്ടായിരുന്നത് നിഖിൽ മഹേശ്വരനെ പട്ടികൾ ഓടിക്കുന്ന ആ സീക്വൻസാണ്. അന്ന് ഇതുപോലെ ആയിരുന്നില്ല. അതിനകത്ത് ഭയങ്കര കാറ്റ്, പ്രകൃതിയുടെയും കൂടെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അത് അന്നൊന്നും ഇതങ്ങനെ ചിത്രീകരിക്കുമെന്നുള്ള ധാരണയൊന്നും നമുക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ കാറ്റും ഭയങ്കരമായ ഒരു പ്രകൃതിയുടെയും കൂടെ ഒരു ഇടപെടൽ സംഭവിക്കുന്നുണ്ട്. പ്രകൃതിയും ആ നിമിഷത്തിൽ വയലൻ്റ് ആകുന്നുണ്ട്. എന്നൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോഴെടുത്തപ്പോൾ അങ്ങനെയല്ല. അത് ഇപ്പോൾ വന്ന ലാൻഡ്സ്കേപ്പ് കാര്യങ്ങൾ, അത് സിമിത്തേരി, അന്നൊരു സിമിത്തേരിയിലാണ് സംഭവിക്കുന്നത്. ഇന്നൊരു സിമിത്തേരിയിലല്ല, ഒരു ലാൻഡ്സ്കേപ്പിൽ അത് സംഭവിക്കുകയാണ്. അപ്പം നമ്മൾ അത്തരം ഈ 18 വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കഥ ചിത്രീകരിക്കാൻ എത്തുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി അറിയാം ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ വിഷ്വൽസ്, ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ സൗണ്ട്സ്, ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, ആർട്ട് ഡയറക്ഷൻ, ഇതെല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ഫോട്ടോഗ്രാഫി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അതിന് പറ്റുന്ന ക്രൂ ഒക്കെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഈവൻ സൗണ്ട് ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യമാണ്. അത് അത്രയും പെർഫെക്റ്റായിട്ട് അന്ന് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു റീമാസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എളുപ്പത്തിൽ സാധ്യമായത്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ നെഗറ്റീവ് സൗണ്ട് ട്രാക്സ് എല്ലാം ഉണ്ട്. അപ്പം അന്ന് നമ്മൾ അതിനോട് കാണിച്ച ആ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും ഇന്ന് വീണ്ടും നമുക്ക് റിസൾട്ട് തരികയാണ്. അപ്പം ലാലേട്ടനെയാണ് ആദ്യമേ തൊട്ടേ ലാലേട്ടനെ തന്നെ മനസ്സിൽ വെച്ചാണോ സാർ ഈ ഒരു മൂവി എഴുതിയത്? അതോ ഇല്ല, ആദ്യം ലാലില്ലല്ലോ, ലാല് പിന്നീടാണ് വരുന്നത്. ലാല് വന്ന ശേഷമാണ് പിന്നെ ലാല് മനസ്സിൽ കാണുന്നത്. അങ്ങനെയാണ് കുറേ മാറ്റങ്ങളല്ല ഇതിൻ്റെ വേറെ എലമെൻറ്റ്സൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു സാധനം എഴുതി കഴിഞ്ഞാൽ, ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് തീർന്നു ഇതിങ്ങനെയാണെന്ന് തോന്നരുത്, മുഹൂർത്തത്തിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരിക. അതായത് നമ്മൾക്ക് തോന്നും വേറെ ആൾ വരുന്നത്. അത് സാധാരണ കഥകൾ എഴുതുമ്പോൾ സംഭവിക്കും. ചില ക്യാരക്ടേഴ്സൊക്കെ വരും, അതിലേക്ക് നമ്മൾ അറിയ പോലും ഇല്ല, അങ്ങനെ വന്നു ചേരുന്നതാണ്. അതേപോലെ സത്യം പറയാൻ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഒരു കഥ എഴുതി കഴിയാറാവുമ്പോൾ ഒരു നടൻ അതിലേക്ക് വരുന്നത്. സാധാരണ കഥാപാത്രങ്ങളാണ് വരിക. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിന്ന് വരുന്നു. കാരണം എല്ലാം എഴുതി ഒരു പരിധിവരെയൊക്കെ എഴുതി അതിൻ്റെ സ്കൈ ലൈൻ തൊടുന്നൊരു സമയത്താണ് സിബി എന്നോട് പറയുന്നത് ലാല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.
പിന്നെ അത് അങ്ങനെയുള്ള സന്ദർഭം എത്തും. നമ്മൾ എഴുതുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെ ഒരു ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന പോലെയാണ്. വല്ലാത്തൊരു പ്രഷറൊന്നും പറയാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു ഭാരമുണ്ടാവും മനസ്സിനും ശരീരത്തിനും എല്ലാം. തലയൊക്കെ ചൂടാവും, പനിക്കൊക്കെ ചെയ്യും, പലതും സംഭവിക്കും. നമ്മൾ തന്നെ ചുമയ്ക്കാൻ വിട്ടുകൊടുക്കും. സൗകര്യമായിട്ട് ചുമച്ചോ? ശരിയായി, പേടിക്കണ്ട, ശരിയായി. വെള്ളം വേണോ? എഴുതുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. ഉള്ളിൽ നമ്മൾക്കൊരു ആനന്ദമൊക്കെ ഉണ്ടാവുമെങ്കിലും ഫിസിക്കലി മെൻ്റലി നമ്മൾ ടയർഡാവും. ഞാൻ ടയർഡാവാറുണ്ട്. എനിക്ക് പനിക്കൊക്കെ ചെയ്യും. ഞാൻ എഴുതുന്ന സമയത്ത് പനിക്കാന്ന് പറയുന്നത് തലയൊക്കെ ചുട്ടാൽ നല്ല ചൂടൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ലഹരിയിലായിരിക്കും. എഴുതുന്നതൊരു ലഹരിയിലാണ്. അതിന് പ്രത്യേക അത് നമ്മളൊരു ഇമാജിനറി ലോകത്തേക്ക് കടക്കുകയല്ലേ. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരാളോട്. അതിന് ഒരു പറ്റുന്നൊരു സംവിധായകനുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സിബിക്ക് വേണമെങ്കിൽ സിബിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ അതിനകത്ത് വരണ്ടേ. വെറുതെ കുറേ ഡയലോഗും ഒരു സീനും അല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. ഓരോ സംഭാഷണത്തിനും അതിൻ്റെതായ അത് നമ്മളെ സംഭാഷണം നമ്മളെ കഥയെ ടേക്ക് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ടെന്ന് എഴുതുന്നതോടുകൂടി തന്നെ ആ കൺസെപ്റ്റ് എന്താണെന്ന് വളരെ വ്യക്തമായില്ലേ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ സാധിക്കണം, അങ്ങനെയൊക്കെ എത്തണം. അത് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ചിലപ്പോൾ നല്ല തമാശ സംഭാഷണമായിരിക്കും, പക്ഷേ ഞാൻ ഉള്ളിൽ ടെൻഷൻ അടിച്ച് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും അത് എഴുതുന്നുണ്ടാവുക. പിന്നെ ഞാൻ ചിരിക്കും, എഴുതി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എൻ്റെ ഉള്ളിൽ ഭയങ്കര ചിരിയൊക്കെ വരിക. പക്ഷെ അത് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതാണ് ഇപ്പം ഇതിൽ എനിക്കുണ്ടായ എൻ്റെ ഒരു സിനിമയിൽ പോലും എനിക്ക് ഒരു നടൻ വന്നിട്ട് അതിലേക്ക് വന്നിട്ട് ഈ കഥാപാത്രം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ സിയാദിനോട് ലാല് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും ഈ കഥാപാത്രം ഞാൻ എടുത്തോട്ടെ എന്ന് ലാല് ചോദിക്കുന്ന പോലെയാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പോഴേക്കും ഒരു പിന്നെ അവിടുന്നാണ് ഇത് മാറുന്നത്. അതും കഴിയുന്നതും ഞങ്ങൾ പരിപൂർണമായിട്ടും ഇങ്ങനെ കുറേ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് മാറുന്നത്. ആ മാറ്റം എനിക്ക് ഈസി ആയിരുന്നു. പിന്നെ ലാലായതുകൊണ്ട് അത് നന്നായിട്ട് വരികയും ചെയ്തു. പ്രേക്ഷകരിലേക്ക് അത് എത്തുമ്പോൾ ആ കഥാപാത്രത്തിനേക്കാൾ മുകളിൽ ആ നടനുണ്ടാക്കിയ ഓറ അല്ലെങ്കിൽ ഹീറോ പരിവേഷം വന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു ഓഡിയൻസ് ആയതുകൊണ്ടാണ് നമ്മുടെ ആ സിനിമയിൽ ഈ കഥാപാത്രത്തിന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് അങ്ങനത്തെ ഒരു സമൂഹമല്ല എന്ന് വിചാരിക്കുക. നടൻ്റെ ഹീറോ പരിവേഷം അത്ര വലിയ കാര്യമാക്കാത്ത പ്രേക്ഷകനാണ് തിയേറ്ററിലെങ്കിൽ ഈ പടം ഒരിക്കലും അങ്ങനെ ആവില്ല. അത് പ്രേക്ഷകരുടെ കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മുടെ കൾച്ചർ, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. ഉസ്താദ് എന്ന മൂവിക്ക് ശേഷമായിരുന്നു ഇങ്ങനൊരു ദേവദൂതൻ എന്നൊരു മൂവി സാറ് ഡയറക്റ്റ് ചെയ്തത്. ഉസ്താദ് എന്ന് പറയുമ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് ഇന്ന് നമ്മളെല്ലാവരും ഭയങ്കര കൗതുകത്തോടു കൂടി തുടങ്ങുന്നൊരു അവസാനം വരെ ഇരിക്കുന്നൊരു ലാലേട്ടൻ പക്ക ശരിക്കും ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലാലേട്ടനെ തന്നെ ഇപ്പം എടുത്തപ്പോൾ ഇടയ്ക്ക് വെച്ച് ലാലേട്ടൻ വന്നതാണെന്ന് സാർ പറഞ്ഞു, എന്നാലും എടുത്തപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ലാലേട്ടനിൽ നിന്ന് സാർ എക്സ്പെക്റ്റ് ചെയ്തത്? നമ്മൾ ഉസ്താദിന് മുമ്പും ലാലിനെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തതല്ല. തീർച്ചയായിട്ടും അതെല്ലാം ഓരോന്നും വ്യത്യസ്തമാണല്ലോ. അപ്പം കിരീടത്തിലെ കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് ദശരഥമാണ്. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അത് കഴിയുമ്പോൾ ഭരതം ചെയ്യുന്നു, അത് കഴിയുമ്പോൾ കമലദളം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇസൈനസ് അബ്ദുള്ള ചെയ്യുന്നു. എല്ലാം ഡിഫറെൻ്റ്. ഒന്നിനോട് ഇതുപോലെയാണ് അത് എന്ന് പറയാൻ പറ്റത്തില്ല. ഉസ്താദും അങ്ങനെയാണ്. ഉസ്താദും വേറൊരു ജോണറിലാണ്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ലാലിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ ലാലിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ ലാലിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ലാൽ ഇതിൽ വന്ന് ചേരുകയും ലാൽ ഇതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യാനുണ്ടായത്. പിന്നെ ലാലെന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വലിയ സ്ട്രെയിനൊന്നും എടുക്കണ്ട. അദ്ദേഹം സ്വയം ഒരു ആദ്യത്തെ കേൾവിയിൽ തന്നെ അതായി മാറും എന്നുള്ളതാണ്. അപ്പം ലാലേട്ടനിൽ സാറ് കണ്ടൊരു ബെസ്റ്റ് പാട്ട് എന്തായിരുന്നു? ലാലിൽ ഒരു വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഒട്ടും നമുക്കൊരു സ്ട്രെയിൻ ഉണ്ടാകത്തില്ല, ടെൻഷൻ ഉണ്ടാകത്തില്ല, കംഫർട്ടബിളായിട്ടുള്ള നമ്മൾ പറയുന്ന ഏത് ഷോട്ടും ലാലിനെ വെച്ചിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഷോട്ടും ചിന്തിക്കാം.
ലാൽ ക്യാമറയുടെ ഒരു പൊസിഷനെ എത്രമാത്രം കൺവീനിയൻ്റ് ആയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ആക്ടർ അറിയില്ല. കാരണം മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോഴൊക്കെ ലാലിനറിയാം എവിടെയാണ് ഇപ്പോൾ ക്യാമറ. ട്രോളി മൂവ്മെൻറ്റിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ക്യാമറാമാൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് ലാൽ മൂവ് ചെയ്യത്തുള്ളൂ. എന്നാൽ അത് അത്ര കോഷ്യസ് ആയിട്ടാണെന്ന് മൂവ് ചെയ്യുന്നത് നമുക്ക് തോന്നത്തില്ല. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഒരു സീനുണ്ട്. ലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സീനുണ്ട്. പത്രക്കാരെല്ലാം കൂടെ ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ട്രോളി ഷോട്ടുണ്ട്. ഒരു ക്യാമറയുടെ ക്യാമറയുടെ സ്ക്രീനിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് തുടങ്ങി ട്രോളി ഇങ്ങനെ പാൻ ചെയ്ത് വരുമ്പോൾ എവിടെയൊക്കെയാണോ ലാലിൻ്റെ മുഖം മറഞ്ഞു പോകുന്നത്, ഈ മുമ്പിലിരിക്കുന്ന മീഡിയ ആൾക്കാരുടെ തലയോ രൂപവും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ലാൽ കവറാകുന്നുണ്ടെങ്കിൽ ലാൽ അത് സെൻസ് ചെയ്യും. ആ സമയത്ത് ലാൽ കൃത്യമായിട്ടൊരു പോസ് ഇട്ടിരിക്കും ഡയലോഗിന്. അതെല്ലാവർക്കും സാധിക്കത്തില്ല. ആ പോസ് അനാവശ്യമാണെന്ന് തോന്നാത്ത രീതിയിൽ ലാൽ അതിനൊരു എന്തെങ്കിലും വിധത്തിലൊരു ആക്ഷനും കൂടെ മാനിപ്പുലേറ്റ് ചെയ്യും. കണ്ടറിയാം, ആ ഷോട്ട് കണ്ട് ശ്രദ്ധിച്ചോളൂ. കൃത്യമായിട്ടും ലാൽ ഡയലോഗ് പറയുമ്പോൾ ലാലിൻ്റെ ഫേസ് ക്യാമറയിൽ ഉണ്ടാവും. ഒരുപക്ഷെ ക്യാമറയുടെ മൂവ്മെൻറ്റിനെ കൃത്യമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ആ പോസുകൾ അദ്ദേഹം ചെയ്യാറുണ്ട്. അത് ഒരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെയാണ് എപ്പോഴും നമുക്കൊരു കോറിയോഗ്രാഫി ചെയ്ത് ഒരു സീൻ എടുക്കുമ്പോഴും ലാൽ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്യാമറയുടെ മൂവ്മെൻറ്റിനെ പുള്ളി മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല. പുള്ളിയുടെ ഒരു കാഴ്ചയിൽ അതുണ്ടാവാം, അല്ലെങ്കിൽ ശ്രദ്ധയിൽ അതുണ്ടാവാം. പക്ഷേ അത് ഒട്ടും പുള്ളിയുടെ അഭിനയത്തിന് ഒരു തടസ്സമായി നിൽക്കത്തില്ല. പൂർണ്ണമായിട്ടും വളരെ നാച്ചുറലായിട്ട് ആ മൂവ്മെൻ്റ് എല്ലാം കൃത്യമായിട്ട് ചെയ്തു തരും. ഓക്കെ, രഘു സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, രഘു സാറ് എഴുത്തുകാരനാണ്, ഓഫ്കോഴ്സ് റൈറ്ററാണ്, അതുപോലെ തന്നെ ആക്ടറും കൂടാണ്, അഭിനയിക്കുകയും ചെയ്യും. അഭിനയത്തിലോട്ട് കടന്നു വന്നപ്പം എന്തൊക്കെയായിരുന്നു സാറ് പ്രത്യേകിച്ച് അഭിനയത്തിന് വേണ്ടി ചെയ്ത പ്രിപ്പറേഷൻസ്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സത്യം. ഞാൻ ഇവൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഒരു രസമായിരുന്നു. ബോൺ ആക്ടറാണ്. എഴുത്താണോ എളുപ്പം അതോ അഭിനയമാണോ എളുപ്പം? എല്ലാം എളുപ്പമാണ്. അഭിനയമാണെങ്കിൽ എളുപ്പമാണ്. വെറുതെ പോയി കാശ് മേടിച്ച് വീട്ടിൽ പോരാം. തലവേദനയൊന്നുമില്ല. ഏറ്റവും എളുപ്പമുള്ള പണി അഭിനയിക്കാൻ അറിയാമെങ്കിൽ. ഇത് പണ്ടേ ചെയ്യായിരുന്നു തോന്നിയിട്ടുണ്ട് അഭിനയം അല്ലേ? ശിവിയുടെ പടത്തിലെ ഞാൻ കൊത്ത് അഭിനയിക്കുന്ന സമയം കൊത്തിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ത്രില്ല. എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഉള്ളിൽ ചിരിച്ചിരുന്നു. സിബി എന്നോട് എനിക്കൊരു ക്യാരക്ടർ ചെയ്തു തരുമെന്ന് അത് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ഭയങ്കര ചിരിയായിരുന്നു. എന്താ കാണിച്ചാൽ അത് ഇവനോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇവന് സിബിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തൊരു അനുഭവമല്ലേ എനിക്കുള്ളൂ. അപ്പോൾ സിബി ഒരു സ്റ്റട്ടും കട്ടും പറയുന്ന കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്റ്റാർട്ട് പറയുമ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ ചിരിക്കും. എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഷോട്ടിൽ ചിലപ്പോൾ ഞാൻ ചിരിച്ചു പോകുന്നു, നീ ഇപ്പോൾ ചിരിച്ച മാതിരി നേരത്തെ. അപ്പോൾ അതങ്ങനെ ഞാൻ ആസ്വദിച്ചതാണ്. എനിക്കറിയില്ലായിരുന്നു എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ക്യാരക്ടർ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് കാരണക്കാരൻ ഷാനവാസ് കെ ബാബക്കുട്ടി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അവനെ എന്നെ നിർബന്ധിച്ചിട്ട് അവൻ്റെ ഒരു പടത്തിൽ തൊട്ടപ്പനിൽ അഭിനയിപ്പിച്ചത്. ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. അവൻ സമ്മതിച്ചില്ല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട 2-3 ആൾക്കാരും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് വേറെ പടങ്ങളൊക്കെ കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിങ്ങനെ മഞ്ജുവിൻ്റെയും ബിജുവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഞാൻ ചെയ്തു. അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ആ ത്രില്ലുണ്ടായിരുന്നു, ഒരു രസമായിരുന്നു. അത് നല്ല രസമായിരുന്നു. ഞാനത് ആസ്വദിച്ചാണ്. സിബി മലയിൽ ഇപ്പം സൗഹൃദത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അതിനകത്ത് കറക്ഷൻ, ഡയറക്ടറായിട്ട് സിബി സാർ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു സാറിൻ്റെ ആ ഒരു? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വഴക്ക് പറയുമായിരുന്നു? വഴക്ക് പറയുമല്ലോ ചെയ്യും. എന്നെയോ? എന്തിന് വഴക്കൊന്നും പറയില്ല. അതൊക്കെ അവന് വേണ്ടത് കിട്ടിയല്ലേ വേണ്ടേ. ഇവൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ തന്നെയില്ല. ജീവിതത്തിലും വഴക്ക് പറയേണ്ടത് എനിക്ക് അറിയില്ല. നീ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? പിള്ളേരൊക്കെ വഴക്ക് പറയും. അത് വഴക്കല്ല, അതിലൊരു കഥയുണ്ട്. വിവരക്കേടാണ്. എൻ്റെ മകളെ ഞാൻ അവൾക്കൊരു 3 വയസ്സുള്ളപ്പോൾ 4 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അവളെ ഞാൻ എന്തോ ഒരു കുരുത്തക്കേടിന് ഞാൻ ഒരു വടിയെടുത്തിട്ട് കൈ നീട്ടി അടിച്ചു. അവളൊന്നും മിണ്ടാതെ നിന്ന് അടി കൊണ്ടു. ഞാൻ പിന്നീട് ഇവൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. ഇവൻ എന്നെ ചീത്ത വിളിച്ചു. നിനക്ക് ബോധമുണ്ടോ കൊച്ചിനെ? അതിന് തിരിച്ചറിയില്ലാതെ വെച്ചാൽ നീ വടിയെടുത്ത് അടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു.
എന്നിട്ട് ഇവൻ വീട്ടിൽ വന്ന കുഞ്ഞിനെ കാണുകയും ഒക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നീട്. അപ്പം പക്ഷെ സെറ്റിലും കാര്യങ്ങളൊന്നും സെറ്റിലോ എനിക്ക് ഞാൻ ഇവൻ വഴക്ക് പറയുന്നത് ഇവൻ ഇപ്പം മോളെ ചെറിയ കുഞ്ഞു മോളെ വടിയെടുത്ത് ചെറുങ്ങനൊന്ന് തല്ലി എന്ന് പറഞ്ഞത് ഈ സാധാരണ എന്തോ തെറ്റ് ചെയ്തിട്ട് സങ്കടം ഒരാളടുത്ത് പറയുന്ന പോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാനോട് പറഞ്ഞത് നീ അങ്ങ് ചെയ്യാൻ പാടില്ല, നീ ഒരു കാര്യം ചെയ്ത് വീട്ടിലെത്തിയിട്ട് മോളോട് ക്ഷമ പറയണം, മോളെ ചേർത്ത് പിടിച്ചിട്ട് പറയണം. ഇവൻ ചെയ്തു അത് ആലോചിച്ച് നോക്കൂ. ഇവൻ പോയിട്ട് മോളോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കുക എന്താ ആ ഡയലോഗ് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ ചെറിയ കുട്ടികളാകുമ്പോൾ അവർ കുറേ വലുതായാലും ചോദിക്കാം, അതൊരു രസമല്ലേ, അതിനോട് തോന്നുന്നു മോള് ചോദിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ മോൾ എന്നെ വിളിക്കുക മേഘു അങ്കിൾ, എൻ്റെ മാളെ പേര് മേഘ എന്നാണ്, മേഘു അങ്കിൾ എന്നാണ് വിളിക്കുക അവിടെ. അപ്പം ഇപ്പോഴും അവള് ഈ ഇട കണ്ടപ്പോഴും എന്നെ വിളിച്ച് മേഘു അങ്കിൾ എന്നാണ്. അതൊക്കെ ഒരു രസമല്ലേ, ഇങ്ങനെയൊക്കെ ഒരു അഭിനയം നല്ല രസമാണ് മോളെ. എനിക്ക് ഭയങ്കര രസമായിട്ട് ഞാൻ ആസ്വദിക്കുന്നത്, എഴുത്തിനേക്കാൾ കൂടുതൽ അഭിനയം ആസ്വദിക്കുന്നത്. അതെ, എഴുത്ത് വേറെ അഭിനയമാണോ എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഈയിടെയായിട്ട് ട്രെൻഡിങ് എന്ന് പറയാം, കുറേ നാളായിട്ട് ട്രെൻഡിങ് ആയിരിക്കുന്നത്, എവിടെ നമ്മൾ നോക്കിയാലും ട്രോളായിട്ട് വരുന്നതാണ് പറയുന്നത് എൻ്റെ അച്ഛനാണ് പറയുന്നത് കത്തി താഴെയിട എന്ന ഡയലോഗ്. അത് ലോഹിത സാറിൻ്റെയും സിബി സാറിൻ്റെയും കൂടെ വലിയൊരു ക്രിയേഷനാണ് ചെങ്കോൽ കിരീടം 2 സിനിമകൾ. സോ ആ സമയത്ത് ഇന്ന് ഈ ഒരു ട്രോൾ എന്ന് പറയാം, അത് നമ്മൾ വീണ്ടും കാണുമ്പോൾ എന്താ സാറിന് തോന്നുന്നത്? പഴയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരാറുണ്ടോ? നമ്മളിപ്പോൾ അത് കുറേ കാലമായി കാണുന്നുണ്ട്. മിക്കവാറും എല്ലാത്തിനും ഒരുപാട് ഏത് കോണ്ടെക്സ്റ്റിലും അതിപ്പോൾ ആൾക്കാർ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നുണ്ട്. പല സിനിമകളിൽ പോലും നമ്മളത് കാണാം. അതെ ഈയിടെ ഒരു പോസ്റ്റർ അയച്ചു തന്നു, റോഡ് നന്നാക്കണം, അതിൻ്റെ അച്ഛനോട് അവർ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഗട്ടറിൻ്റെ മുമ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, റോഡ് നന്നാക്കണം അതിൻ്റെ അച്ഛനോടാ പറയുന്നത് പോലെ. അപ്പോൾ എല്ലായിടത്തും അത് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ നമുക്കതൊരു സന്തോഷമാണ്, നമ്മൾ മുമ്പ് ചെയ്തു വെച്ചൊരു കാര്യം. എന്നെക്കാൾ കൂടുതൽ സന്തോഷിക്കേണ്ട ലോകിയാണ് ഇത് എഴുതി വെച്ചാണ്. അപ്പം അത് നമ്മൾ ചെയ്ത ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ വീണ്ടും ഓർക്കുന്നു, അതിന് അവരുടെ നിത്യജീവിതത്തിലെ തമാശകളായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. ഓക്കെ, ഇനി ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് സിബി ദേവദൂതൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ റിലീസിന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതല്ലാതെ സിബി മലയിൽ രഘുപാലരി ഈ ഒരു 2 പേർ ലെജൻഡ് ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്കൊരു പുതിയൊരു മൂവി പ്രതീക്ഷിക്കാമോ? പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ? ലാലിങ്ങോട്ടൊന്ന് ചോദിക്കണം, എനിക്കൊരു ചാൻസ് ഇതിനകത്ത് വന്ന പോലെ. ഏതൊക്കെ ഏട്ടൻ എന്തായാലും വരും, നോക്കാൻ പറ്റും. അതിൽ അഭിനയിക്കോ സാറ്? അതല്ല എഴുതി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് ചിലപ്പോൾ സംഭവിച്ചോളാക്കില്ല, നോക്കാം നമുക്ക്. എനിക്ക് വേണ്ടി ഒരു ക്യാരക്ടർ എഴുതാൻ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എഴുതാൻ വേണമെങ്കിൽ താല്പര്യം. എനിക്കല്ല, സാറിന് വേണ്ടി തന്നെ സ്വന്തമായിട്ട്. അല്ല എനിക്ക് എഴുതിയാലും കുഴപ്പമില്ല, എന്നാലും സാറിന് വേണ്ടി തന്നെ സ്വന്തമായിട്ട്. ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല, നോക്കാൻ വേണമെങ്കിൽ ഒരു പ്ലാൻ അല്ലേ? ഓക്കെ, ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, എല്ലാവരും ചോദിച്ചു എന്നാലും ഞാൻ എടുത്തു ചോദിക്കുകയാണ്, വിദ്യാസാഗർ സാറിൻ്റെയാണ് മ്യൂസിക്. അപ്പോൾ അത് ഈ പടത്തിൽ ഇന്നും നമ്മൾ പലയിടത്ത് കേൾക്കുന്ന മ്യൂസിക്കാണ്. ആ ഒരു ക്ലാസിക്കൽ ആയിക്കോട്ടെ, അലീന ആയിക്കോട്ടെ, പൂവേ ആയിക്കോട്ടെ, എല്ലാ സോങ്ങുകളും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. സോ ഈ വിദ്യാസാഗർ സാറും കൂടി ഈ മൂവിയിലേക്ക് എൻ്റർ ആയപ്പം എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു മൂവിക്ക് ജീവൻ വെച്ച പോലാണ്? സോ അതെങ്ങനെയായിരുന്നു? സോങ്ങുകൾ ഇന്നും വീണ്ടും നമ്മൾ പ്രേക്ഷകർ ഒരുപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് സാർ അത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ആ മ്യൂസിക് അതുണ്ടായ കാലം തൊട്ട് ആൾക്കാർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലെ എല്ലാ പാട്ടുകളും. പെന്തരോ മഹാനുഭാവലും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, എല്ലാവരുടെയും റിംഗ് ടോൺസ് ആയിട്ടൊക്കെ അതാണ് കിടക്കുന്നത്. എൻ്റെയും റിംഗ് ടോൺ അല്ല, എൻ്റെ ഫോണിലും സിയാദിൻ്റെ ഫോണിലും ഒരുപാട് പേര്, അല്ലെങ്കിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആൾക്കാരുടെ ഡാൻസിന് പോലും നമ്മൾ അത് ഉപയോഗിക്കുന്നു, ക്ലാസിക്കലായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്, കോളർ ട്യൂണായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ റിംഗ് ടോൺ അതാണ്, സിയാദിൻ്റെ റിംഗ് ടോണും കോളർ ടോണും അതാണ്. എന്നെ വിളിക്കുന്നവർക്ക് അത് കേൾക്കാം. ഇതങ്ങനെ ഉണ്ട്. ഞാൻ തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലരുടെയും ഫോണിൽ മ്യൂസിക് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോണാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു ജനറേഷൻ, ഒരു തലമുറ ഏറ്റെടുത്തതാണ് ഓരോ പാട്ടുകളും. ഇപ്പം ഓരോരുത്തർക്കും അവരവരുടേതായ ചോയ്സുകളുമുണ്ട്. ഈ സിനിമയിലെ 4 പാട്ടുകളിൽ നിന്ന് ചിലർ കരളെ ഞാൻ കൈ പിടിച്ചാലാണ് ഇഷ്ടപ്പെടുന്നു പറയും, ചിലർ പൂവയാണ് പറയും. പൂവേ അടുത്ത കാലം കൊണ്ട് വലിയ ട്രെൻഡിങ് ആയി. അതേപോലെ തന്നെ അധികമാരും പറയാത്തതും എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ പാട്ട് എൻ ജീവനെ എന്ന് പറയുന്ന പാട്ടാണ്. അത് ചിത്രീകരിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യത്തോടെ, ഞാൻ വളരെ ഇഷ്ടത്തോടെ ചിത്രീകരിച്ചതാണത്. അപ്പോൾ ഇതെല്ലാം ഒരു സിനിമയിലെ എല്ലാ പാട്ടുകളും അങ്ങനെ
ഏതെങ്കിലും വിധത്തിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും വലിയ സന്തോഷമാണ്. സാറിന് എൻ ജീവനെയാണ് ഇഷ്ടപ്പെട്ടത്, സാറിന് ഏതാ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്നാലും സ്പെഷ്യലായിട്ട് ഇതേപോലെ ഒന്നുമില്ല? ഇല്ലല്ല, എല്ലാ അല്ല, എൻ ജീവനെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാരണം ആ പാട്ടിലൂടെ ഒരു ഇമോഷൻ നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീയുടെ ആ സ്ത്രീയുടെ കാത്തിരിപ്പിൻ്റെ വേറൊരു മൂഡുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തതാണ്. മറ്റേ കരളനിയൻ കൈ പിടിച്ചാലും അങ്ങനെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട് ഞാൻ എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ടായിട്ട് ഷൂട്ട് ചെയ്തത് അതാണ്. അതുകൊണ്ടാണ് പ്രിയം. എൻ ജീവനയിലെ അല്ല കരളേനൻ അല്ല ഈ പടം പറഞ്ഞ കരളേനൻ കൈ പിടിച്ചു അല്ലേ നിങ്ങൾ, അതിലെ ഒരു ഹമ്മിങ് പോർഷൻ ഉണ്ട്. അത് മനോഹരമായിട്ട് ഉള്ളൊരു പോർഷനാണ്. എൻ ജീവനിലാണത്. എൻ ജീവൻ്റെ അതിലൊരു ഹമ്മിങ് പോർഷൻ ഉണ്ട്. അത് വിദ്യാസാഗറിൻ്റെ ഒരു നല്ലൊരു പീസാണ്, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ. അത് മനോഹരമായിട്ടുണ്ട് ആ സീക്വൻസ് വന്നത്. പിന്നെ പൂവേ പൂവേ പാലപ്പൂവിലൊരു സിത്താർ നോട്ടുണ്ട്, സിത്താറാണ് വീണ നോട്ടാണ്. അതൊരു നല്ലൊരു പീസാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ചിലത് നമ്മളെ വല്ലാതെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ഒരു മനോനില അനുസരിച്ചിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് എനിക്കിപ്പോഴും മറ്റേ ഇത് എന്തൊരു മഹാനുഭാവലും അതിൻ്റെതായ ഒരു വൈഡ് സ്പെക്ട്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഒരു ശരിക്കുള്ള റെക്കോർഡിങ് ക്വാളിറ്റിയിൽ ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അത് ഇപ്പോഴാണ് ഞാൻ ഇതിലൊക്കെ പോയി വീണ്ടും അത് അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമായിരിക്കും അതിൻ്റെ. പിന്നെ ഇതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത ശ്രീധർ എന്ന് പറഞ്ഞൊരു റെക്കോർഡിസ്റ്റ്, അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് അത് ആ സംഗീതത്തിൻ്റെ മർമ്മം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത അദ്ദേഹം രുചിച്ച് ചെയ്യുന്ന മാതിരിയാണ്, ടേസ്റ്റ് അറിഞ്ഞ് ചെയ്യുന്ന മാതിരിയാണ്. നമ്മൾ തൊട്ടുപോയിട്ടൊക്കെ ഇതാക്കൂലേ എന്നൊക്കെ പണ്ട് ചെയ്യാൻ ആ ഫീലിങ്ങിലാണ് അദ്ദേഹം ചെയ്തത്. അല്ല വെറുതെ ഒരു എൻജിനീയറിങ് സ്കില്ലല്ല. അദ്ദേഹം ഇപ്പം ഇല്ല വാസ്തവത്തിൽ. ഞാനെനിക്ക് അദ്ദേഹത്തിനൊക്കെ ആലോചിക്കും. ഞാൻ കുറേ പടങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം റെക്കോർഡിങ്ങിൻ്റെ അത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്. ഞങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ സിനിമ എൻ്റെ ഒരു ഭാഗ്യ സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പം ശരിക്കും ഞാൻ ഇന്നലെ എഴുതിയിരുന്നത് ആർട്ടിക്കിളായിട്ട് എൻ്റെ ഭാഗ്യം, എനിക്ക് തരുന്ന മറ്റു പലരും തരുന്ന ഭാഗ്യങ്ങളാണ്. അതിൽ പെടുന്നതാണ് ഈ സിനിമ. തീർച്ചയായിട്ടും. എന്തായാലും മൂവി വീണ്ടും റിലീസ് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞ പോലെ ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾക്ക് കാണാത്ത ഒത്തിരി പേരുണ്ട്. ഞാനൊക്കെ കണ്ടു, കുട്ടിക്കാലത്ത് കണ്ടായിരുന്നു. എന്നാൽ കാണാത്ത ഇന്നത്തെ തലമുറകൾ ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇല്ല, തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ പറഞ്ഞ പോലെ സംബഡി വാണ്ട് ടു സേ സംതിങ് ടു സംവൺ, യെസ് എന്ന വലിയൊരു കോർ എലമെൻറ്റോട് കൂടി ദേവദൂതൻ വീണ്ടും റിലീസിന് വരുവാണ്. ഞങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി, ഒരുപാട് ചേഞ്ചസോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഞങ്ങൾ എല്ലാവരും ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരെ കൂട്ടായ്മയിൽ ഇനിയൊരു പുതിയൊരു മൂവി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് മൂവിയും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് വരട്ടെ. സോ താങ്ക് യു സോ മച്ച്.